എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവിലേക്ക് സ്വാഗതം. +2 പബ്ലിക് എക്സാം റിസൾട്ട് 2026 റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ +2 സേ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻ്റൽ പരീക്ഷകൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ അപേക്ഷ സമർപ്പിക്കാം. ഇതിൻ്റെ പരീക്ഷ ജൂൺ മാസം 29 മുതൽ ജൂലൈ മാസം 3 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള വിവരങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ പോവാം. +2 പബ്ലിക് എക്സാം റിസൾട്ട് ഇന്നലെ വൈകുന്നേരം 3 മണിക്കൂടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൻ്റെ +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഏതെങ്കിലും വിഷയത്തിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കോ എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ അതിനുള്ള അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷനും ഇപ്പോൾ ഇന്നു മുതൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾ ഏത് സ്കൂളിലാണോ +2 പരീക്ഷ എഴുതിയത് ആ സ്കൂളിൽ ചെന്നിട്ട് നിങ്ങൾ അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടത്. ഇന്നു മുതൽ നിങ്ങൾക്ക് സ്കൂളുകളിൽ ചെന്ന് നിങ്ങൾക്ക് സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാം. സേ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് 6 പേപ്പറുകളിൽ എത്ര വിഷയങ്ങൾ തോറ്റുവെങ്കിലും ആ തോറ്റ വിഷയങ്ങൾക്കെല്ലാം സേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇംപ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ എല്ലാ വിഷയത്തിലും ജയിച്ച് +2 എന്ന പ്രോഗ്രാം വിജയകരമായി കംപ്ലീറ്റ് ആക്കിയ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റൂ. സേ വന്ന സപ്ലി ഉള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് എത്ര വിഷയം സപ്ലി ഉണ്ട് അവയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംപ്രൂവ്മെൻറ്റും 1 വിഷയം ഇംപ്രൂവ്മെൻറ്റും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ജൂൺ മാസം 1 വരെയാണ് ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് സമയം അനുവദിച്ചിരുന്നത്. ജൂൺ മാസം 1 വരെ, ഇന്നു മുതൽ ജൂൺ മാസം 1 വരെ ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. ഇതിൻ്റെ പരീക്ഷകൾ നടക്കുന്നത് ജൂൺ മാസം 29 മുതൽ ജൂലൈ മാസം 3 വരെയായിരിക്കും പരീക്ഷകൾ നടക്കുക എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ നെയിം ഇസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.